ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ. 9th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞല്ലേ. സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ട് ATP ഉണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇതിനകത്തിലെ ATP എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലെ ഡിഫറന്റ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, എനർജി ഫോം ആണ് ATP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 30 ATP ഉണ്ടാകുന്നത് നമ്മൾ വിവിധതരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സെല്ലുലാർ റെസ്പിറേഷനോടൊപ്പം ഉണ്ടായതാണ് ഏതൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഇത് രണ്ടും എന്താണ്, വേസ്റ്റുകളാണ് അല്ലെ, അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതിനെ എന്ത് ചെയ്യണം, ഇനിയും പുറന്തള്ളണം. ഇനി എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമ്മുടെ ബോഡിയിൽ നിന്നും പുറന്തള്ളുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെ വാട്ടർ എന്ന് പറയുന്നത് മിക്കവാറും വാട്ടർ വേപ്പർ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ശ്വസനത്തിലൂടെ അല്ലെങ്കിൽ റെസ്പിറേഷനിലൂടെ ബോഡിക്ക് പുറത്തേക്ക് പോകുന്നു. ഇനിയും കൂടുതലായിട്ടുള്ളത് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് നമ്മുടെ സെൽസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെ എന്ത് ചെയ്യണം, ബോഡിക്ക് പുറത്തേക്ക് കളയണം അല്ലെ. ഇതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്, എക്സ്പിറേഷനിലൂടെ ആയിരിക്കും ബോഡിക്ക് പുറത്തേക്ക് പോകുന്നത്. ഇനി ഏതൊക്കെ ഫോമിലാണ് ഇത് തിരിച്ച് ലങ്സിലേക്ക് എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ സെല്ലിലാണ് എന്ത് നടന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം നടന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്തത്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തത്. ഇതെന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റ് ആണ് അല്ലെ, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കും, ഇത് തിരിച്ച് എവിടേക്ക് കടക്കണം, ബ്ലഡ് ക്യാപ്പിലറീസിനുള്ളിലുള്ള ബ്ലഡിലേക്ക് കടക്കണം അല്ലെ. അതായത് ബ്ലഡിലെ RBCs ആണ് എന്തിനു സഹായിക്കുന്നത്, റെസ്പിറേറ്ററി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് അല്ലെ. അതായത് റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്, RBC ആണ് അല്ലെ. RBCയിലെ ഹീമോഗ്ലോബിൻ ആണ് ഇതിന് സഹായിക്കുന്നത്. ഓക്സിജനെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് വഹിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സെല്ലിൽ അല്ലെങ്കിൽ കോശങ്ങൾക്കുള്ളിലാണുള്ളത്. ഇതിനെവിടേക്ക് കടക്കണം, ബ്ലഡിലേക്ക് കടക്കണം. ബ്ലഡിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ക്യാപ്പിലറീസിലാണ് ബ്ലഡ് ഉള്ളത് അല്ലെ. ഇപ്പൊ ഈ ബ്ലഡ് ക്യാപ്പിലറീസ് എവിടേക്ക് എത്തിച്ചേരില്ല, സെൽസിനടുത്തേക്ക് എത്തിച്ചേരില്ല. അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് ലയിക്കുന്നു. അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് ലയിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കടക്കുന്നു, ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലേക്ക് കടക്കുന്നു. കാരണം എന്താണ്, ബ്ലഡിന് ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, സെല്ലിനകത്തിലേക്ക് എത്താൻ പറ്റില്ല. അതുമൂലം എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ നിന്നും ടിഷ്യൂ ഫ്ലൂയിഡിനുള്ളിൽ ലയിച്ചിട്ട് എവിടേക്ക് കടക്കുന്നു, ബ്ലഡിനുള്ളിലേക്ക് കടക്കുന്നു. ബ്ലഡിനുള്ളിൽ ആരുണ്ട്, RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 7%, അതായത് സെല്ലിൽ നിന്നും ബ്ലഡിലേക്ക് വന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു 7% എന്ന് പറയുന്നത് പ്ലാസ്മയിലെ വാട്ടറുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്മയിലെ വാട്ടർ ലയിക്കുന്നു. 7% കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി 23% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് അല്ലെ. ഇനി കാർബൺ മോണോക്സൈഡുമായിട്ട് ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്, കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. അപ്പോ സെൽസിനുള്ളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡിലേക്ക് എത്തിയിട്ട് അതിൽ നിന്നും 7% എവിടെ ലയിക്കുന്നു, പ്ലാസ്മയിലെ വാട്ടറിനകത്തിൽ ലയിക്കുന്നു. ഇനി 23% എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇനി 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ട് മാറുന്നു, ബൈകാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. അതായത് 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ RBCയിലെ വാട്ടറിൽ ലയിച്ചിട്ട് എന്ത് ഫോം ചെയ്യുന്നു, ബൈകാർബണേറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടി പുറത്തേക്ക് പോകുന്നത്. അപ്പോ ഏതൊക്കെ തരത്തിലാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സെൽസിൽ നിന്നും ടിഷ്യൂ ഫ്ലൂയിഡിൽ ലയിച്ച് ബ്ലഡിലേക്ക് എത്തുന്നു. ഇവിടെ എല്ലാം എന്തായിരിക്കും സംഭവിച്ചത്, ഡിഫ്യൂഷൻ ആണ് അല്ലെ. അതായത് സെൽസിനകത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ളത്. അപ്പൊ സെൽസിൽ നിന്നും ആ കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എത്തി. ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും അത് എവിടേക്ക് പ്രവേശിച്ചു, ബ്ലഡിലേക്ക് പ്രവേശിച്ചു അല്ലെ. ബ്ലഡിലേക്ക് പ്രവേശിച്ചിട്ട് 7% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, ലയിക്കുന്നു.
സംഭവിക്കുന്നു. ഇനി 23% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ദെൻ 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ്? പ്ലാസ്മയിലെ വാട്ടറിൽ ലയിക്കുന്നുണ്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ കുറച്ച് എങ്ങനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് വരുന്നു, ദെൻ 70% എങ്ങനെയാണ് ബൈകാർബണേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഈ 3 തരത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടി പുറത്തേക്ക് പോകുന്നത്. ഇനി ഈ ബ്ലഡിൽ കൂടിയുള്ള ഈ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇനി അടുത്ത് എവിടേക്കാണ് എത്തേണ്ടുന്നത്? അൽവിയോളയിലേക്ക് എത്തണം അല്ലെ, അല്ലെങ്കിൽ ലങ്സിലേക്ക് എത്തണം. അപ്പൊ ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ എത്തിയെങ്കിൽ മാത്രമേ ബോഡിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ലങ്സിലെ അൽവിയോളയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അവിടെ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതായത് അൽവിയോളയിൽ നിന്നും ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തിയിട്ട് ബ്ലഡിൽ വെച്ചിട്ട് അത് എന്തായിട്ട് മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറിയിട്ടാണ് എവിടേക്ക് പോയത്? സെൽസിലേക്ക് പോയത്. ഇനി സെൽസിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡിൽ കൂടി എവിടേക്ക് എത്തണം? അൽവിയോളയിലേക്ക് എത്തണം. അൽവിയോളയ്ക്കുള്ളിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡിൽ നിന്നും ആ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ബ്ലഡിനകത്തിൽ ആരാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. അപ്പൊ ഇപ്പൊ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് കൂടുതലാണ്. അപ്പൊ അളവ് കൂടിയ ഭാഗത്തു നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് പ്രവേശിക്കുന്നു? അൽവിയോളയിലേക്ക് പ്രവേശിക്കുന്നു. എന്തിനാണ് അൽവിയോളയിലേക്ക് പ്രവേശിക്കുന്നത്? അൽവിയോളയിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഇതിന് എക്സ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ ബോഡിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ബ്ലഡിനകത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. എങ്ങനെയാണ് ബ്ലഡിനകത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയത്? സെൽസിൽ നിന്നും സെല്ലുലാർ റെസ്പിറേഷന് ശേഷമുള്ള വേസ്റ്റ് ആയ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കടക്കുന്നു? ബ്ലഡിലേക്ക് കടക്കുന്നു. അങ്ങനെ ബ്ലഡിനകത്തിൽ ആരുടെ കോൺസെൻട്രേഷൻ കൂടി? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടി. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് പോകും? ലങ്സിലുള്ള അൽവിയോളയ്ക്കകത്തിലേക്ക് എത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അൽവിയോളയിൽ നിന്നും വേണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഇപ്പൊ ബ്ലഡിനകത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഏതൊക്കെ ഫോമിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഇരിക്കുന്നത്? പ്ലാസ്മയിലെ വാട്ടറിനുള്ളിലുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അത് കൂടാതെ എവിടെയൊക്കെയാണുള്ളത്? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് 23% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി 70% കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? ബൈകാർബണേറ്റ്സ് ആയിട്ടാണ് അല്ലെ. അപ്പൊ ഈ ഫോമുകളിലൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയുള്ളത്? ബ്ലഡിലുള്ളത്. ഇനി ഈ ബ്ലഡിൽ നിന്നും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കടക്കുന്നു? അൽവിയോളയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. അതിനു വേണ്ടിയിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സിനും ബ്രേക്ക് ഡൌൺ സംഭവിക്കുന്നു അല്ലെങ്കിൽ വിഘടനം നടക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഓക്സി ഹീമോഗ്ലോബിനായിട്ട് പോയിട്ട് സെൽസിനടുത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നെന്ന്? ഓക്സി ഹീമോഗ്ലോബിന് ബ്രേക്ക് ഡൌൺ സംഭവിച്ച് ഓക്സിജന് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ കാർബമിനോ ഹീമോഗ്ലോബിനിലും ബൈകാർബണേറ്റ്സിലുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളയ്ക്കുള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കണം? ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സിനും ബ്രേക്ക് ഡൌൺ സംഭവിക്കണം, വിഘടിക്കണം ഇല്ലേ. അപ്പൊ ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സും വിഘടിച്ച് എന്ത് റിലീസ് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ബ്ലഡിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ഇല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതൽ ബ്ലഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിയ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നോ അത് എവിടേക്ക് പോകുന്നു? കുറഞ്ഞ ഭാഗമായ അൽവിയോളയ്ക്കുള്ളിലേക്ക് പോകുന്നു. കാരണം എന്താണ്? അൽവിയോളയ്ക്കുള്ളിൽ ഇപ്പൊ എന്താണ് ഉള്ളത്? നമ്മൾ പുറത്തുനിന്ന് ഇൻസ്പിറേഷനിലൂടെ എടുത്ത ഓക്സിജൻ ആണ് ഉള്ളത് ഇല്ലേ. അപ്പൊ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആണ് അൽവിയോളയ്ക്കുള്ളിൽ കൂടുതൽ. അതുകൊണ്ട് ആ ഓക്സിജൻ എവിടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. ഇനി ബ്ലഡിനകത്തിൽ നമ്മുടെ ബോഡിയുടെ ഡിഫറന്റ് പാർട്സിൽ നിന്നും കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിനകത്തിൽ കൂടുതലായതുകൊണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കയറുന്നു അല്ലെങ്കിൽ എവിടേക്ക് പ്രവേശിക്കുന്നു? അൽവിയോളയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണുള്ളത്? അൽവിയോളയ്ക്കുള്ളിലാണുള്ളത്. അൽവിയോളയിൽ നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്രോങ്കിയോൾസ്, ബ്രോങ്കെ, ട്രക്കിയ, ദെൻ നേസൽ ക്യാവിറ്റി, നോസ്ട്രിൽസ് വഴി ബോഡിക്ക് പുറത്തേക്ക് പോകും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എക്സ്പിറേഷൻ. അപ്പൊ ഇങ്ങനെ എക്സ്പിറേഷനിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡിയിലുണ്ടായ അല്ലെങ്കിൽ സെൽസിലെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു.
അപ്പൊ നോർമൽ കേസിൽ ഇങ്ങനെ വിവിധ രൂപങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ കടന്ന് എവിടേക്ക് എത്തുന്നു, അൽവിയോളയ്ക്കുള്ളിലേക്ക് എത്തി എക്സ്പിറേഷൻ നടന്ന് ബോഡിക്ക് പുറത്തേക്ക് പോകും ഇല്ലേ. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാം. എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാം. അപ്പൊ ഇങ്ങനെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് നല്ലതാണോ? അല്ല, ഒരിക്കലും അല്ല ഇല്ലേ. അതായത് നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അടിഞ്ഞു കൂടാനായിട്ട് പാടില്ല. അത് നമ്മളെ എന്തിലേക്ക് നയിക്കും, അപകടത്തിലേക്ക് നയിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറന്തള്ളണം ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഈ എക്സസ് ആയിട്ട് വരികയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്കുള്ളിൽ എക്സസ് ആയിട്ട് വരികയാണെങ്കിൽ അത് അവിടെയുള്ള, അതായത് സെൽസിന് അകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് അങ്ങ് ഫോം ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് എന്തുണ്ടാകുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുകയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിനകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇതൊരു ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഈ ആസിഡ് നമ്മുടെ ബോഡിക്കുള്ളിൽ കൂടിയാൽ എന്തായിരിക്കും പ്രശ്നം, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് നമ്മുടെ അസിഡിറ്റിക്ക് കാരണം, നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഒക്കെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കുന്നു, സെൽസിന് അകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ കാർബോണിക് ആസിഡ് എന്ത് കൂട്ടുന്നു, അസിഡിറ്റി കൂട്ടുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിന് പ്രോബ്ലം ഉണ്ടാക്കും. എന്താണ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ, ആന്തര പരിസ്ഥിതി എന്ന് പറയും. നമുക്കറിയാം നമുക്ക് ചുറ്റും എന്തുകൊണ്ട് ഒരു എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കുള്ളിലും എന്തുണ്ട്, ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, ഒരു പരിസ്ഥിതി ഉണ്ട്. അപ്പൊ നമ്മുടെ ആന്തര പരിസ്ഥിതിക്ക് ദോഷമാണ് എന്ത് കൂടിയാൽ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ. കാരണം എന്താണ്, അത് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. എങ്ങനെയാണ് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ കാർബോണിക് ആസിഡ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിന് ദോഷമുണ്ടാക്കുന്നു. എങ്ങനെയാണ്, ഈ കാർബോണിക് ആസിഡ് മൂലം നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അസിഡിറ്റി കൂടുന്നത് കാരണമാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിന് ദോഷമുണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്റേണൽ എൻവയോൺമെന്റിന് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്തേ പറ്റുകയുള്ളൂ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം പുറന്തള്ളിയേ പറ്റുകയുള്ളൂ. ഇത് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ബോഡി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേസ്റ്റ് പുറന്തള്ളുന്നത്, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് നോർമലായിട്ട് നിലനിർത്താൻ, അതായത് നമ്മുടെ ആന്തര പരിസ്ഥിതി നേരെ ഒരു സന്തുലനാവസ്ഥയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ശ്രദ്ധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് മെയിന്റനൻസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കും. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ, ആന്തര സമസ്ഥിതി പാലനം. അതായത് നമ്മുടെ ആന്തര പരിസ്ഥിതിയെ നോർമലാക്കി നിലനിർത്തുക. വേസ്റ്റ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടാൻ പാടില്ല. അങ്ങനെ വേസ്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ നമ്മുടെ ബോഡി എന്താകും, വിഷമയമാകും ഇല്ലേ. അപ്പം പലവിധ രോഗങ്ങൾ ഉണ്ടാവും നമുക്ക്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ എൻവയോൺമെന്റിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യണം, പുറന്തള്ളണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനം. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എങ്ങനെയാണോ, നമ്മുടെ പുറത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ പരിസ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റും ആന്തര പരിസ്ഥിതിയും നോർമലാക്കി നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനം. അപ്പൊ ഇങ്ങനെ ആന്തര സമസ്ഥിതി പാലനം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വസ്തുക്കളും നോർമൽ ആയിരിക്കണം അല്ലെ. അപ്പം ബോഡിയിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് എന്തിനെ തകരാറിലാക്കും, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആന്തര പരിസ്ഥിതിയെ തകരാറിലാക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് വേസ്റ്റ് ഉണ്ടായാലും അത് പെട്ടെന്ന് തന്നെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടണം. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറന്തള്ളുന്നതെന്നാണ് പറഞ്ഞത് അല്ലെ. അതെങ്ങനെയാണ് പുറന്തള്ളുന്നത്, എക്സ്പിറേഷനിലൂടെയാണ് പുറന്തള്ളുന്നത്. അതായത് സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ എവിടേക്ക് പ്രവേശിക്കുന്നു, ബ്ലഡിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ്
ഏകദേശം 7% ബ്ലഡിലെ പ്ലാസ്മയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇനി 23% എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ദെൻ 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വിവിധ രൂപങ്ങളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ കാണപ്പെടുന്നത്? ഈ ബ്ലഡിൽ കാണപ്പെടുന്നത്. ഇനി ഈ ബ്ലഡിലൂടെ ഇത് ലങ്സിലേക്ക് എത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ലങ്സിലേക്ക് എത്തുന്നത്? അതായത് ബ്ലഡിൽ എക്സസ് ആയിട്ടുള്ള, അതായത് ബ്ലഡിലുള്ള വേസ്റ്റ് ആയ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കൊടുക്കണം? അൽവിയോളയിലേക്ക് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് എത്തുന്നത്? ലങ്സിലേക്ക് എത്തുന്നത്. ഇനി ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? അൽവിയോളയിലാണ് നടക്കുന്നത്. ഇനി കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സിനും ബ്രേക്ക് ഡൌൺ സംഭവിക്കുന്നു. അതിൽ നിന്ന് എന്ത് റിലീസ് ആകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. അവിടെ നിന്നും അത് എക്സ്പിറേഷനിലൂടെ പുറന്തള്ളുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ കൂടുതലായാൽ അത് നമ്മുടെ ലൈഫ് തന്നെ ഡേഞ്ചർ അല്ലെങ്കിൽ അപകടത്തിലാക്കും. അതായത് എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുകയാണെങ്കിൽ അത് സെൽസിനകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇത് ബോഡിയുടെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണം. അപ്പൊ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ബോഡിക്ക് പുറത്തേക്ക് കളയുന്നത് ഏതിന്റെ ഭാഗമാണ്? ഹോമിയോസ്റ്റാസിസ് മെയിന്റനൻസിന്റെ ഭാഗമാണ്. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പോലെ തന്നെ ബോഡിയുടെ ഇന്റേണൽ എൻവയോൺമെന്റിനെയും നോർമലാക്കി നിലനിർത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. അപ്പൊ നമ്മുടെ ബോഡിക്കുള്ളിൽ വേസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അത് ഹോമിയോസ്റ്റാസിസിന് തകരാറുണ്ടാക്കുന്നു, അല്ലെ? ദോഷമുണ്ടാക്കുന്നു. അതായത് നമ്മുടെ ബോഡിക്കുള്ളിൽ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവുമ്പോൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയാൽ അത് ഇന്റേണൽ എൻവയോൺമെന്റിന് ദോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു? എക്സ്പിറേഷനിലൂടെയൊക്കെ പുറത്തേക്ക് കളയുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് പുറത്തേക്ക് കളയുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ബൈ ബൈ.